നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു സംസ്കൃത ന്യായത്തെയാണ് പരിചയപ്പെടുന്നത്. സംസ്കൃത ന്യായങ്ങൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഷോർട്ട് വീഡിയോകളായിരുന്നു. ഇന്നിപ്പോൾ വലിയ വീഡിയോകളിലൂടെ നാം അതിൻ്റെ സമ്പൂർണ്ണമായിട്ട് അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾ മറ്റുള്ളവർക്കും ഈ അറിവ് പകർന്നു നൽകുക. വ്യക്തിത്വത്തെ പരിപാലിക്കാൻ, വ്യക്തിത്വത്തെ ഉയർത്തുവാൻ അത് സഹായകരമാകും. അറിവുകളെല്ലാം തന്നെ വിലപ്പെട്ടതാണ്. അറിവ് സ്വീകരിക്കുക, അത് മറ്റുള്ളവർക്കും നൽകുക. സംസ്കൃത ന്യായത്തിലൂടെ നമുക്ക് നമ്മുടെ വ്യക്തി വികാസം സാധ്യമാകുന്നതാണ്. ഇന്നിപ്പോൾ വലിയ വീഡിയോകളിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അജകൃപാണ ന്യായമാണ്. വിശ്വാസവും വിവേകവും എന്നുള്ളതാണ് അതിൻ്റെ അന്തരാർത്ഥം. നമുക്ക് ന്യായത്തിലേക്ക് കടക്കാം. രക്ഷയ്ക്കായി വരുന്ന ഒരു കൈ, അത് അപകടകരമായി മാറിയാലോ? വിശ്വാസം ചിലപ്പോൾ വധമായി മാറിയേക്കാം. വിശ്വാസോ ബലവാൻ ലോകേ വിശ്വാസോ ഹി പരം ധനം വിശ്വാസാത് ജായതേ ഭയം തത്രൈവ വിനാശനം. ലോകത്തിൽ വിശ്വാസം എന്നത് വലിയ ശക്തിയാണ്. എന്നാൽ അതിൽ അളവില്ലായ്മ എന്നത് ഭയവും നാശവും ഉണ്ടാക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഒരു അർത്ഥത്തെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. ഒരു ഗ്രാമത്തിൽ ഒരു ആടുണ്ടായിരുന്നു. അതിനോട് വിശ്വാസമുള്ള ഒരു ഉടമസ്ഥൻ ഉണ്ടായിരുന്നു. പ്രതി ദിവസവും, അതായത് എല്ലാ ദിവസവും ഉടമസ്ഥൻ കത്തിയുമായി ആടിന്റെ അടുത്തെത്തും. പച്ചിലകളൊക്കെ വെട്ടിക്കൂട്ടി കൊടുക്കും. അതിന് ആഹാരം ഒരുക്കാൻ തന്നെയാണ്. ആടിന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഭയമില്ല. കാരണം അവനാണ് ആടിന്റെ രക്ഷകൻ. പക്ഷേ ഒരു ദിവസം അതേ കൈ, അതേ കത്തി ഉദ്ദേശം മാറി അപകടത്തിന് വഴിയൊരുക്കി. കയ്യിൽ കത്തി കാണുമ്പോഴും അജം ഹൃദയം വിറയ്ക്കാതെ നിന്നു. കാരണം അതേ കയ്യിൽ നിന്നും ആ അജത്തിന് ജീവിതം കിട്ടിയിരുന്നു. വിശ്വാസം നല്ലതാണ്, പക്ഷേ വിവേകമില്ലായ്മ അത് അപകടത്തെ ചേർത്ത് കൊണ്ടുവരും. ഇനി നമുക്ക് ഇതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ലുകളെ ഒന്ന് പരിശോധിക്കാം. വിശ്വാസം വലിയ ശക്തിയാണ്, പക്ഷേ അളവില്ലാത്ത വിശ്വാസം അത് വേട്ടക്കാരനാക്കും. മറ്റൊരു പഴഞ്ചൊല്ല് കയ്യിൽ കത്തി കാണുമ്പോഴും കണക്ക് വേണം എന്നുള്ളതാണ്. അറിയാതെ ചെയ്തു കൂടാത്തത് ഒരിക്കൽ പിഴവാകും എന്ന് മറ്റൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. ആശ്രയിച്ച കൈവിരൽ പോലും ചിലപ്പോൾ മുറിവ് വിടും, അത് മറ്റൊരു പഴഞ്ചൊല്ലാണ്. ഇതെല്ലാം അജകൃപാണ ന്യായത്തിന്റെ ഒരു വകഭേദങ്ങൾ തന്നെയാണ്. ഹിതം മനോഹരം നിത്യം ന ഭവത്യോവ സർവദാ യഥാ വിവർജ്യോയോ യാതി തഥാ ദുഃഖസ്യ കാരണം. സന്തോഷം എപ്പോഴും നന്മയ്ക്ക് കാരണമാവണമെന്നില്ല. ഒരു ചെറിയ മാറ്റം വലിയ ദുരന്തത്തിന് വഴി വെച്ചേക്കാം. നമുക്കിതിൻ്റെ ചുരുക്കെഴുത്തൊന്ന് നടത്താം. രക്ഷകനെന്ന് കരുതി ഹൃദയം തുറന്നാൽ വേദനയുടെ വാതിൽ സ്വയം തുറക്കും. ഇത് ഈ കാലത്തും വളരെ വിശേഷപ്പെട്ട ഒരു വാക്യമാണ്. വിശ്വാസവും വേണം, വിവേകവും വേണം. അതിൽ തന്നെ ജീവിതത്തിന്റെ സത്യവും നിലനിൽക്കും. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കാതിരിക്കുക. തത്വങ്ങൾ പറഞ്ഞ് നമ്മളുടെ സംസ്കാരം ഒഴിച്ചു നിർത്തി അന്യ സംസ്കാരത്തെ പുണരാതിരിക്കുക. വിവേകത്തോടുകൂടി പെരുമാറുക. അന്നം തരാനെന്ന ഭാവേന കൊണ്ടുവരുന്ന കത്തി നമ്മുടെ മരണത്തിന് തന്നെ കാരണമായേക്കാം. ഈ സംസ്കൃത ന്യായങ്ങൾ പഠിക്കുക, പ്രചരിപ്പിക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കും. ജീവിതത്തിൽ എല്ലാവരെയും വിശ്വസിക്കാം, പക്ഷേ ബുദ്ധിയോടുകൂടി മാത്രം. ബുദ്ധിർബലം യശോർധൈര്യം നിർഭയത്വം അരോഗത അജാകൃപാണം വാക്യപടുത്വം. ബുദ്ധിർബലം യശോർധൈര്യം നിർഭയത്വം അരോഗത അജാഠ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അജകൃപാണ ന്യായത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.